എനിക്ക് മിന്നൽ മുരളിയേക്കാളും ഇഷ്ടപ്പെട്ടത് ജയ് ഗണേഷാണ്. സ്റ്റാർട്ടായി ഒരു 10 മിനിറ്റ് ആയപ്പോൾ ആ ഒരു ഫാമിലി എണീറ്റ് പോയി. അത് ഞാൻ പ്രത്യേകിച്ച് അത് ഏത് മതമാണെന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഉണ്ണിയേട്ടൻ വീൽ ചെയറിൽ ഇരുന്നിട്ട് കഴിവ് തെളിയിച്ചൊരു സിനിമയാണ്, പാർട്ടിയാണ്, ഭക്തിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാലില്ലെന്നുണ്ടെങ്കിൽ കൂടി ഇത്രയും നല്ലൊരു കഴിവ് കാണിച്ചത് കൊള്ളാം. നല്ല ഫിലിം. ഉണ്ണിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. മല്ലു സിംഗോട്ടെ ഉണ്ണിയേട്ടൻ്റെ ആരാധികയാണ്. സൂപ്പർ സിനിമ. ഉണ്ണിയേട്ടൻ ഫാനുകളാണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും ആദ്യം ഭക്തി പടമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ അതല്ല. നല്ല സിനിമയാണ്. ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ ജയ് ഗണേഷ് കാണുക. പാർട്ടി പ്രത്യേകം, സിനിമ ഫീൽഡ് പ്രത്യേകം. നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യണ്ട. സിനിമയാണ്, പാർട്ടിയാണ്, ഭക്തിയാണ്. നമ്മളെല്ലാം കൂടെ ഒരുമിക്കണ്ട. ഇത് ഭക്തി സിനിമ അല്ല സംഭവം. ഇതല്ലാത്ത നല്ലൊരു സിനിമയാണ്. കാരണം ഭക്തിയും ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. പേരുണ്ടെന്നേ ഉള്ളൂ. ഭക്തിയിൽ നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വര വിശ്വാസം അത് വേറെയാണ്. ഭക്തിയല്ല. 2-3 പേര് എണീറ്റ് പോയി എന്ന് വെച്ചാൽ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ്. അതെനിക്കത് മനസ്സിലായി. അതൊരു ഭക്തിയുടെ ബേസിലാണ് അത് അവർ എണീറ്റ് പോയത്. അത് ഞാൻ പ്രത്യേകിച്ച് അത് ഏത് മതമാണെന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അത് ഈ സിനിമയ്ക്കൊരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടായി ഒരു 10 മിനിറ്റ് ആയപ്പോൾ ആ ഒരു ഫാമിലി എണീറ്റ് പോയി. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന്. സൂപ്പർ സിനിമ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. എന്ന് വെച്ചാൽ ഉണ്ണിയേട്ടൻ വീൽ ചെയറിൽ ഇരുന്നിട്ട് കഴിവ് തെളിയിച്ചൊരു സിനിമയാണ്. ആ ഒരു മൂമെൻറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര സൂപ്പർ സിനിമ. അത് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് മിന്നൽ മുരളിയേക്കാളും കൊള്ളാമെന്ന് എനിക്ക് നല്ല ഇഷ്ടം. എനിക്കതാ ഇഷ്ടപ്പെട്ടത്. എനിക്ക് മിന്നൽ മുരളിയേക്കാളും ഇഷ്ടപ്പെട്ടത് ജയ് ഗണേഷാണ്. സൂപ്പർ സിനിമ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ണിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. മല്ലു സിംഗോട്ടെ ഉണ്ണിയേട്ടൻ്റെ ആരാധികയാണ്. പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ണിയേട്ടനെ. ഞങ്ങൾ ജയ് ഗണേഷ് സിനിമയ്ക്ക് പോയി. ഇവിടെ ട്രിവാൻഡ്രം വന്നപ്പോൾ പോയി കണ്ടു. ഭയങ്കര ഇഷ്ടമാണ്. മാളികപ്പുറം അതും നല്ല സിനിമയാണ്. ഇതും ഉണ്ണിയേട്ടൻ്റെ എല്ലാ സിനിമകളും സൂപ്പർ സിനിമകളാണ്. ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ സിനിമയും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയേട്ടൻ്റെ എല്ലാ സിനിമയും. അത് ആൾക്കാർക്ക് നെഗറ്റീവ് എന്ത് വേണോ പറയാം. നമ്മൾ ഉണ്ണിയേട്ടനെ സ്നേഹിച്ച് ഉണ്ണിയേട്ടൻ്റെ കഴിവ് മുന്നോട്ട് പോകുന്നത്. നെഗറ്റീവായിട്ട് പറയുന്നവരോടൊക്കെ ഒന്ന് പറയട്ടെ, ഞങ്ങളത് കാര്യമാക്കുന്നില്ല. അവസാനത്തെ ആ ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. കാലില്ലെന്നുണ്ടെങ്കിൽ കൂടി ഇത്രയും നല്ലൊരു കഴിവ് കാണിച്ചത് കൊള്ളാം. നല്ല ഫിലിം. ലാഗൊന്നുമില്ല, കൊള്ളാം. എൻഗേജ്ഡായിരുന്നു. ബെസ്റ്റ് ഗണേശൻ്റെ ആ സ്റ്റോറി, അതായത് ആ കാർട്ടൂൺ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ആ പേര് വന്നത്. പക്ഷേ എന്തായാലും അടിപൊളി, നല്ല സിനിമ. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. ഒരു ബോറടി ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. നല്ല അഭിനയം. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ത്രില്ലറാണ്. ആദ്യമേ ത്രില്ലർ ഇൻട്രോയിലൂടെ എടുക്കുമ്പോഴാണ് ത്രില്ലറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞ ഓരോ ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം നല്ല ഇൻട്രസ്റ്റ്. ത്രില്ലിംഗ് മൂവിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജിത് ശങ്കർ നല്ലൊരു ഗുഡ് സ്ക്രിപ്റ്റാണ്. സൂപ്പർ സിനിമ. ഉണ്ണിയേട്ടൻ ഫാനുകളാണെന്ന് പറഞ്ഞു. ഉണ്ണിയേട്ടൻ ഫാനുകളാണ്.